കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ഇപ്പോൾ ആ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം മാറിയിട്ടുണ്ട്. പ്രവർത്തകരുടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണോ? എന്ത് മുദ്രാവാക്യമാണോ ഉയർത്തുന്നത്? മുതുകത്ത് ചാടിച്ചൗട്ടിയ തെമ്മാടികളാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരീരം നമ്മൾ കണ്ടതാണ്. ഇഴഞ്ഞുകൊണ്ടുപോയി കരിങ്കൊടി കാണിച്ച ഒരു സഹപ്രവർത്തകനെ അവന്റെ മുതുകത്തടിക്കാൻ തോന്നുന്ന വികാരം എന്താണ്? ഒരു മൃഗത്തിന് പോലും തോന്നാത്ത രീതിയിലുള്ള മനുഷ്യത്വം നഷ്ടപ്പെട്ട ഗുണ്ടകളായി കേരളത്തിലെ ഡിവൈഎഫ്ഐയും പിണറായി വിജയന്റെ കൂടെ പോകുന്ന ഗൺമാന്മാരും കേരളത്തിലെ പോലീസും മാറുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് താല്പര്യപ്പെടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വലിയ പൂമാലയായിരിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ പോകുന്നത് എന്നാണ് കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന് ചെരുപ്പുമാല തയ്യാറാക്കി. ഇതുപോലെ ന്യായമായി സമരം നടത്തുന്നവരെ, നീതിക്ക് വേണ്ടി സമരം നടത്തുന്നവരെ നമുക്കറിയാം കാല് പോലും ഇല്ലാത്തൊരു സഹപ്രവർത്തകനാണ്. എങ്ങനെയാണ് അവനെ അടിക്കാൻ തോന്നുന്നത്? എന്ത് മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനലിനെ, പിണറായി വിജയൻ എന്ന് പറയുന്ന മനോവൈകല്യമുള്ള ആ ഗുണ്ടയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനപ്പുറം കേരളത്തിലെ ഡിവൈഎഫ്ഐക്കും ഇവിടത്തെ ക്രമസമാധാനം പാലിക്കേണ്ട ഗൺമാന്മാർക്കും പോലീസിനും ഒരു ഉത്തരവാദിത്വമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഇവിടെ സന്ദീപ് എന്ന പേരുള്ള ഒരു ഗൺമാൻ, സർക്കാർ ശമ്പളം മേടിക്കുന്ന ഒരു ഗൺമാൻ, ഒരു ഉദ്യോഗസ്ഥൻ, സാധാരണക്കാരന് വേണ്ടി വാതുറക്കാനും പ്രവർത്തിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗൺമാൻ ഇവിടെ പിണറായി വിജയന്റെ അടിമയായി പ്രവർത്തിക്കുന്നു. ആ ഗൺമാൻ എന്താണ്? ഇതുപോലെ ക്രമസമാധാനം പരിപാലിക്കാൻ ഏതെങ്കിലും ഗൺമാൻ ഉത്തരവാദിത്വമുണ്ടോ? ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ അംഗരക്ഷകർ എന്ന് പറയുന്നു പോകുന്നവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ഈ സന്ദീപിനെ പോലുള്ള ക്രിമിനലുകളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവിടെ പ്രവർത്തകർ സംസാരിക്കുകയാണ്.